ഇത് റേഡിയോ ജൻവാണി 90.8 മെഗാഹെർട്സ് മലയാളത്തിന്റെ മധുരതരംഗം. ഇപ്പോൾ വാരാന്ത്യ ലോക വൃത്താന്തം കേൾക്കാം. പ്രൊഫസർ ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു. വാരാന്ത്യ ലോക വൃത്താന്തം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകവൃത്താന്തത്തിലേക്ക് സ്വാഗതം. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള വ്യോമഗതാഗതം പുനഃസ്ഥാപിച്ചു. കൽക്കട്ട നഗരത്തിൽ നിന്നും ചൈനയിലെ ഗുവാങ്ഷു നഗരത്തിലാണ് ആദ്യത്തെ വിമാനം പറന്നിറങ്ങിയത്. മറ്റൊരു സർവീസ് ഉടൻ തന്നെ ഡൽഹിയിൽ നിന്നും ആരംഭിക്കും. എവിടെയും നിർത്താതെ പറക്കുന്ന വിമാനം 4.5 മണിക്കൂർ കൊണ്ട് ചൈനയിലെത്തും. 2020 അതിർത്തിയിൽ സംഘർഷമുണ്ടായതിനെ തുടർന്നാണ് നേരിട്ടുള്ള വിമാന സർവീസുകൾ നിർത്തിവെച്ചത്. ചർച്ചകളുടെ ഫലമായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ മെച്ചപ്പെട്ടതിനെ തുടർന്നാണ് വിമാന സർവീസുകൾ പുനഃസ്ഥാപിക്കാൻ തീരുമാനിച്ചത്. 2020 സ്ഥിതിയിലേക്കുള്ള സൈനികരുടെ പിന്മാറ്റവും 5 വർഷത്തിനു ശേഷം വിമാന സർവീസ് പുനഃസ്ഥാപിച്ചതും ഇന്ത്യയുടെ നയങ്ങൾക്കുള്ള അംഗീകാരമാണ്. ആദ്യ വിമാനമായിട്ടും യാത്രക്കാർക്ക് ഒട്ടും തന്നെ കുറവുണ്ടായിരുന്നില്ല. വ്യാപാരം, വിനോദസഞ്ചാരം തുടങ്ങിയവയുടെ വളർച്ചയെ സഹായിക്കുന്നതാണ് ഈ നടപടി. സാംസ്കാരിക വിനിമയത്തിനും ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനും വഴിയൊരുക്കുന്നതാണ് ഈ തീരുമാനം. ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാപെസ്റ്റിൽ വെച്ച് പുടിനുമായി കൂടിക്കാഴ്ച നടത്തും എന്ന് അമേരിക്കൻ പ്രസിഡന്റ് നേരത്തെ സമ്മതിച്ചിരുന്നതാണ്. ഇവർ റഷ്യ-ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിക്കും എന്നാണ് ലോകം പ്രതീക്ഷിച്ചിരുന്നത്. ഈ കൂടിക്കാഴ്ച വൈറ്റ് ഹൗസ് ഉപേക്ഷിക്കുകയും റഷ്യയിലെ എണ്ണക്കമ്പനികളുടെ മേൽ ഉപരോധം പ്രഖ്യാപിക്കുകയും ചെയ്തു. തന്നെ സന്ദർശിച്ച ഉക്രൈനിയൻ പ്രസിഡന്റിനോട് യുദ്ധം അവസാനിപ്പിക്കാനാണ് ട്രംപ് ആവശ്യപ്പെട്ടത്. ആണവായുധങ്ങൾ വഹിക്കാൻ കഴിയുന്ന ക്രൂയിസ് മിസൈലുകൾ വിജയകരമായി പരീക്ഷിച്ചുകൊണ്ടാണ് റഷ്യയുടെ പ്രതികരണം. ഉക്രൈൻ മാത്രമല്ല, അമേരിക്കയും ഈ ക്രൂയിസ് മിസൈലിൻ്റെ ദൂരപരിധിക്കുള്ളിലാണ്. ഏറ്റവും കൂടുതൽ ആണവായുധ ശേഖരമുള്ള ഒരു രാജ്യമാണ് റഷ്യ. ഉക്രൈനിൽ അമേരിക്ക ഇടപെടുകയാണെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്നതിൻ്റെ സൂചനയാണ് ഈ മിസൈൽ പരീക്ഷണം എന്നാണ് പലരും വിലയിരുത്തുന്നത്. പ്രതീക്ഷിച്ചിരുന്ന ടോമോഹാക്ക് മിസൈലുകൾ അമേരിക്ക നിഷേധിച്ചതോടെ അതിശക്തമായ ആക്രമണമാണ് ഉക്രൈൻ നേരിടുന്നത്. ബംഗ്ലാദേശ് സന്ദർശിച്ച മുതിർന്ന പാക് സൈനിക ഉദ്യോഗസ്ഥന് ഇടക്കാല സർക്കാരിൻ്റെ തലവനായ മുഹമ്മദ് യൂനിസ് നൽകിയ ഉപഹാരത്തെ വെറുമൊരു സമ്മാനമായി കാണാൻ കഴിയില്ല. ആർട്ട് ഓഫ് ട്രയംഫ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഉപഹാരം ബംഗ്ലാദേശിൻ്റെ ഭൂപടമാണ്. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ ഭാഗത്തുള്ള ചില പ്രദേശങ്ങളെ ബംഗ്ലാദേശിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ തർക്കങ്ങൾ കുത്തിപ്പൊക്കാനുള്ള ഒരു ഗൂഢ നീക്കമാണ് വളച്ചൊടിച്ച ഈ ഭൂപടം. കിഴക്കൻ പാകിസ്ഥാനാണ് 1971 ബംഗ്ലാദേശ് എന്ന സ്വതന്ത്ര രാജ്യമായി മാറിയത്. ഇതേ തുടർന്ന് പാകിസ്ഥാന് ബംഗ്ലാദേശുമായി യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. ഷെയ്ഖ് ഹസീനയുടെ പതനത്തെ തുടർന്നാണ് പാകിസ്ഥാൻ ബംഗ്ലാദേശുമായി അടുക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. വിചാരണയ്ക്കായി ഹസീനയെ കൈമാറാൻ ഭാരത സർക്കാർ വിസമ്മതിച്ചത് മറയാക്കി പാകിസ്ഥാനുമായി ചങ്ങാത്തം ഉറപ്പിക്കാനാണ് ബംഗ്ലാദേശ് ശ്രമിക്കുന്നത്. അമേരിക്കയിലെ ഫെഡറൽ സർക്കാരിൻ്റെ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത് ഒക്ടോബർ 1 ധനവിനിയോഗത്തിന് ഈ വർഷം കോൺഗ്രസ് പ്രസിഡന്റിന് അനുമതി നൽകിയില്ല.
തന്മൂലം ഒക്ടോബർ 1 മുതൽ സൈനികരടക്കമുള്ള ഫെഡറൽ ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കുന്നില്ല. തങ്ങളുടെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാതെ ധനവിനിയോഗ ബില്ലിന് അനുമതി നൽകില്ല എന്ന വാശിയിലാണ് പ്രതിപക്ഷമായ ഡെമോക്രാറ്റുകൾ. ഇവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുന്നു. ഈ പ്രതിസന്ധി പരിഹരിക്കാനായി ഒരു ശതകോടീശ്വരൻ $1000 കോടി ട്രംപിന് സംഭാവനയായി നൽകിയത്. നമ്മുടെ രൂപയിലേക്ക് മാറ്റുമ്പോൾ 88,000 കോടി രൂപയാണ് ഈ സമ്മാനത്തുക. ഇദ്ദേഹത്തിൻ്റെ പേര് പോലും ആദ്യം ട്രംപ് വെളിപ്പെടുത്തിയില്ല. എൻ്റെ സുഹൃത്ത് എന്നാണ് ട്രംപ് സമ്മാനദാതാവിനെ വിശേഷിപ്പിച്ചത്. ഒരു സൈനികന് $100 വീതം നൽകാൻ പോലും ഈ തുക മതിയാവില്ല. എന്നാൽ സൈനികർക്ക് ശമ്പളം നൽകാൻ സ്വകാര്യ സംഭാവനകൾ ഉപയോഗിക്കാമോ എന്നാണ് നിയമവിദഗ്ധന്മാർ ചോദിക്കുന്നത്. ആസിയാൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഞായറാഴ്ച മലേഷ്യയിലെത്തി. അധികാരമേറ്റെടുത്തതിനു ശേഷം ആദ്യമായിട്ടാണ് ട്രംപ് ഏഷ്യ സന്ദർശിക്കുന്നത്. സഖ്യകക്ഷികളായ ജപ്പാനും ദക്ഷിണ കൊറിയയും സന്ദർശിച്ചു. ദക്ഷിണ കൊറിയൻ സന്ദർശനത്തിനിടയിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി നേരിട്ടു ചർച്ചകൾ നടത്തി. 6 വർഷങ്ങൾക്കു ശേഷമാണ് ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച. നവംബർ 1 മുതൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 155% നികുതി ചുമത്തും എന്നായിരുന്നു നേരത്തെയുള്ള ഭീഷണി. നികുതി കുറയ്ക്കാനും വ്യാപാരം പുനഃസ്ഥാപിക്കാനും ഇരു രാജ്യങ്ങളും സമ്മതിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സമ്മേളന വേദികളിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ വല്ലാതെ പ്രശംസിക്കുകയും ചെയ്തു. ചൈന, ജപ്പാൻ, ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളുമായി മാത്രമല്ല ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധങ്ങളും മെച്ചപ്പെടുത്താൻ ട്രംപ് തയ്യാറാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ രാജ്യങ്ങളുടെ പിന്തുണ കൂടാതെ ഏഷ്യയിൽ റഷ്യയുടെ ഭീഷണി നേരിടാൻ അമേരിക്കയ്ക്കു കഴിയില്ല. ഗാസയിൽ വീണ്ടും വെടിവയ്പുണ്ടായി. ഒക്ടോബർ 10-നാണ് ഹമാസും ഇസ്രായേലും വെടിനിർത്തൽ രേഖയിൽ ഒപ്പുവെച്ചത്. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇത് ലംഘിക്കപ്പെട്ടു എങ്കിലും അധികം താമസിയാതെ ഇരു കൂട്ടരും വെടിനിർത്തലിന് തയ്യാറായി. 10 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും കരാർ ലംഘിക്കപ്പെടുകയും പിറ്റേ ദിവസം വെടിനിർത്തൽ തുടരാമെന്ന് ഇരു കൂട്ടരും സമ്മതിക്കുകയും ചെയ്തു. 2 അവസരങ്ങളിലും തങ്ങളുടെ സൈനികർ ആക്രമിക്കപ്പെട്ടതുകൊണ്ടാണ് തിരിച്ചടിക്കേണ്ടി വന്നത് എന്നായിരുന്നു ഇസ്രായേലിൻ്റെ വിശദീകരണം. ഞങ്ങൾക്കിതിൽ പങ്കില്ല എന്നാണ് ഹമാസിൻ്റെ വിശദീകരണം. ഈ ആക്രമണങ്ങളിൽ 1-2 ഇസ്രായേലി സൈനികരാണ് കൊല്ലപ്പെട്ടത്. 200-നടുത്ത പാലസ്തീനികൾ കൊല്ലപ്പെട്ടു. പതിവ് പോലെ ഇസ്രായേലിനെ ന്യായീകരിക്കുന്ന നിലപാടാണ് അമേരിക്ക സ്വീകരിച്ചത്. അമേരിക്ക മുൻകൈയെടുത്തതുകൊണ്ടാണ് ഈ കരാർ നിലവിൽ വന്നത്. ഹമാസ് കരാർ അംഗീകരിച്ചു എങ്കിലും ഇത് അംഗീകരിക്കാത്ത നിരവധി തീവ്രവാദി സംഘടനകൾ ഗാസയിൽ ഇപ്പോഴും സജീവമാണ്. ഇവരുടെ സൃഷ്ടിയാണ് യുദ്ധവിരാമ കരാറിനു ശേഷമുള്ള 2 ആക്രമണങ്ങളും എന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. സാഹിത്യത്തിന് നൊബേൽ സമ്മാനം നേടിയ ആദ്യത്തെ ആഫ്രിക്കക്കാരനാണ് ഓലെ സോയിങ്ക. നൈജീരിയക്കാരനായ ഈ 91 വയസ്സുകാരൻ്റെ വിസ അമേരിക്കൻ സർക്കാർ റദ്ദു ചെയ്തു. വിസ നൽകുമ്പോൾ അറിയാതിരുന്ന കാരണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഈ നടപടിയെന്നും താൽപ്പര്യമുണ്ടെങ്കിൽ വീണ്ടും അപേക്ഷിക്കാമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വെള്ളക്കാരനായ ഇദി അമീൻ എന്ന് താൻ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരിലാണ് വിസ റദ്ദാക്കിയതെന്നാണ് ഈ സാഹിത്യകാരൻ പ്രതികരിച്ചത്. അമേരിക്കയിലെ സ്ഥിരതാമസത്തിനുള്ള അനുമതി ഉപേക്ഷിച്ചതാണെന്നും
ഇനി അമേരിക്ക സന്ദർശിക്കില്ല എന്നുമാണ് നൊബേൽ സമ്മാന ജേതാവായ ഈ സാഹിത്യകാരൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. കുടിയേറ്റത്തിനെതിരായി ട്രംപ് സ്വീകരിക്കുന്ന നിലപാടുകൾ അമേരിക്കയിൽ പോലും വിവാദമായിട്ടുണ്ട്. തൻ്റെ താരിഫ് നയങ്ങളെ വിമർശിച്ചതിൻ്റെ പേരിൽ കാനഡയുമായി നടത്തിയ എല്ലാ ചർച്ചകളും റദ്ദാക്കും എന്നാണ് ട്രംപിൻ്റെ ഭീഷണി. ഇംഗ്ലണ്ടിലെ രാജാവായ ചാൾസ് മൂന്നാമന്റെ സഹോദരനാണ് ആൻഡ്രൂ രാജകുമാരൻ. ലൈംഗിക അപവാദ കേസിൽ ഉൾപ്പെട്ട ആൻഡ്രൂ രാജകുമാരൻ രാജകുടുംബാംഗം എന്ന നിലയിലുള്ള എല്ലാ പദവികളും ഉപേക്ഷിക്കുന്നതായി കഴിഞ്ഞ ആഴ്ചയിൽ വ്യക്തമാക്കിയിരുന്നു. രാജകുടുംബാംഗം എന്ന നിലയിൽ ഇദ്ദേഹം താമസിക്കുന്ന വിൻസർ കൊട്ടാരം ഒഴിഞ്ഞു പോകാൻ രാജാവ് സഹോദരനോട് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 20 വർഷമായി താമസിക്കുന്ന വീട്ടിൽ നിന്നാണ് രാജാവ് സ്വന്തം സഹോദരനെ ഇറക്കി വിടുന്നത്. ഒരു കോടതിയിലും ഇദ്ദേഹത്തിനെതിരെ കേസില്ല. നേരത്തെ ഉണ്ടായിരുന്ന കേസ് പണം കൊടുത്തൊതുക്കി എന്നാണ് ആരോപണം. രാജകൊട്ടാരത്തിനെതിരെയുള്ള വിമർശനങ്ങളെ നേരിടാനാണ് ഇത്രയും കടുത്ത നടപടികൾ സ്വീകരിച്ചത്. ഇതൊന്നും മതിയാവില്ല എന്നാണ് രാജഭരണത്തെ എതിർക്കുന്നവർ വാദിക്കുന്നത്. സാധാരണ കുറ്റവാളിയെപ്പോലെ ആൻഡ്രൂ രാജകുമാരനും വിചാരണ നേരിടണം എന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. പീഡനത്തിനിരയായ പെൺകുട്ടി ഈ അടുത്ത കാലത്താണ് ആത്മഹത്യ ചെയ്തത്. ജൂൺ മാസത്തിലാണ് ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇറാന്റെ ആണവ നിലയങ്ങളെ ആക്രമിച്ചത്. ഇറാനിൽ ആറ്റം ബോംബ് നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായി എന്ന് അന്താരാഷ്ട്ര ആണവോർജ കമ്മീഷൻ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നായിരുന്നു ഈ നടപടി. ആണവ നിലയങ്ങൾ പൂർണ്ണമായും തകർത്തു എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് രണ്ടു രാജ്യങ്ങളും യുദ്ധം അവസാനിപ്പിച്ചത്. ഈ അവകാശവാദം ശരിയല്ലെന്നും 2-3 മാസങ്ങൾക്കുള്ളിൽ പൂർവ്വസ്ഥിതിയിലെത്താൻ ഇറാന് കഴിയുമെന്ന് അന്നു തന്നെ വിദഗ്ധന്മാർ പ്രവചിച്ചിരുന്നു. യുദ്ധം അവസാനിപ്പിച്ചതിനു ശേഷം അന്താരാഷ്ട്ര ആണവോർജ കമ്മീഷന്റെ പ്രതിനിധികൾ ഇറാൻ സന്ദർശിച്ചു എങ്കിലും ഇവർക്ക് ആണവ നിലയങ്ങൾ സന്ദർശിക്കാൻ ഇറാൻ അനുമതി നൽകിയില്ല. മിസൈൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ വസ്തുക്കളും ഇറാന് വിൽക്കുന്നത് തടയാൻ ഐക്യരാഷ്ട്രസഭ ഈ ആഴ്ചയിൽ തീരുമാനിച്ചു. ഇറാൻ അമേരിക്ക സംഘർഷങ്ങൾ രൂക്ഷമാകുന്നതിൻ്റെ സൂചനയാണ് ഇപ്പോഴത്തെ ഉപരോധം. ചർച്ചകളിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാൻ അമേരിക്ക മുൻകൈ എടുക്കണം. അമേരിക്ക മുൻകൈയെടുത്താണ് ഹമാസ് ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിച്ചത്. എന്നാൽ ഗാസ നിവാസികളുടെ പല പ്രശ്നങ്ങളും ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല. സഹായ വിതരണത്തിനായി വരുന്ന ഐക്യരാഷ്ട്രസഭയുടെ വാഹനങ്ങൾ ഗാസയിൽ പ്രവേശിക്കാൻ ഇസ്രായേൽ സൈനികർ അനുവദിക്കുന്നില്ല. 2 വർഷം നീണ്ട യുദ്ധം മൂലം തകർന്നു തരിപ്പണമായ ഗാസ നഗരം മുഴുപട്ടിണിയിലാണ്. പുറത്തുനിന്നുള്ള സഹായമാണ് പാലസ്തീനികളുടെ ഏക ആശ്രയം. ഐക്യരാഷ്ട്രസഭയുടെ ഉദ്യോഗസ്ഥരിൽ ഏറിയ പങ്കും ഹമാസ് അനുഭാവികളാണെന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത്. സഹായ വിതരണത്തിൻ്റെ മറവിൽ ഇവർ ഗാസയിൽ പ്രവേശിക്കുന്നത് തങ്ങൾക്ക് ഭീഷണിയാകും എന്നാണ് ഇസ്രായേലിൻ്റെ വാദം. ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയാണ് ഈ വിഷയത്തിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഉപദേശം തേടാൻ തീരുമാനിച്ചത്. സഹായവുമായി വരുന്ന വാഹനങ്ങളെ കടത്തിവിടേണ്ടത് ഇസ്രായേലിൻ്റെ ഉത്തരവാദിത്വമാണ് എന്നാണ് കോടതിയുടെ ഉപദേശം. വാരാന്ത്യ ലോക വൃത്താന്തം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ജെ ജേക്കബ്.
നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജൻവാണി 90.8 കമ്മ്യൂണിറ്റി FM. അറിയേണ്ടതും കേൾക്കേണ്ടതും മാത്രം.